താഴ്വര ഭാഗം 34. താരിൻ കേദിരിയിലെത്തിയിട്ട് 3 വർഷങ്ങൾ പിന്നിട്ടു. ഈ കാലയളവ് ചികിത്സാ കേന്ദ്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമായിരുന്നു. ജെയിൻവറിന്റെയും ചികിത്സാ കേന്ദ്രത്തിന്റെയും പ്രശസ്തി 10 മടങ്ങ് വർദ്ധിച്ചു. അത് വിദൂരദേശങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയും രോഗികളെയും ആകർഷിക്കുന്ന ഒരു വിദ്യാകേന്ദ്രമായി മാറി. അപൂർവവും വിശ്വസനീയവുമെന്ന് അവർ കേട്ടറിഞ്ഞ മരുന്നുകൾ തേടി ചെറിയ പട്ടണങ്ങളിൽ നിന്നുള്ള ആളുകളും ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരുമെത്തി. ഈ പരിവർത്തനത്തിൽ ഏറെയും താരിന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു. ദിവസം ചെല്ലുന്തോറും അവന്റെ അറിവിനെക്കുറിച്ച് ഒരു ചോദ്യം പോലും അവശേഷിക്കാത്ത വിധം അവനും ജെയിൻവറും ഓരോ ചേരുവകളും പരീക്ഷിച്ചു. കുമാരുവിന്റെ മലനിരകളിൽ നിന്ന് കൊണ്ടുവന്ന ഔഷധങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ പുതിയ ഔഷധക്കൂട്ടുകൾ സാധാരണ രോഗങ്ങൾ മാത്രമല്ല, സങ്കീർണമായതും ദീർഘകാലമായി അലട്ടുന്നതുമായ രോഗങ്ങൾക്കും ആശ്വാസം നൽകി. ജെയിൻവറിന്റെ പരമ്പരാഗത ജ്ഞാനവും താരിന്റെ ശാസ്ത്രീയമായ സമീപനവും സംയോജിപ്പിച്ച പുതിയ രീതികൾക്ക് രോഗശാന്തിയുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ജെയിൻവറും താരിനും കഴിവിലും അറിവിലും തുല്യരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. താരിൻ സ്ഥാപനത്തിന്റെ ഒരു തൂണായി മാറി. സമീപ നഗരങ്ങളിലെയും പ്രമുഖ കുടുംബങ്ങളിലെയും ആളുകളുടെ വിശ്വാസം അവൻ നേടി. ഒരു രോഗശാന്തിക്കാരൻ എന്ന നിലയിൽ അവന്റെ പേര് സത്യസന്ധതയുടെയും അഗാധമായ അറിവിന്റെയും പര്യായമായി മാറി. ഇനി ഇവിടെ പരിഹരിക്കാൻ പുതിയ പ്രഹേളികകളോ ഉത്തരം കണ്ടെത്താനായി പുതിയ ഔഷധങ്ങളോ അവശേഷിച്ചിരുന്നില്ല. കേദിരിയുടെ സാധ്യതകൾ അവൻ പൂർണ്ണമായും ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യമുയർന്നു: ഇനി എന്ത്? ഇവിടെ നിന്ന് അവൻ എങ്ങോട്ട് പോകും? അവന്റെ ഉള്ളിൽ ഒരു നിശബ്ദമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. എല്ലാം ഒതുങ്ങിയ ഒരു തോന്നൽ. ഒരു ലക്ഷ്യസ്ഥാനത്തെത്തിയതിന്റെ പൂർണ്ണതയുണ്ടായിരുന്നു. എന്നാൽ ആ പൂർണ്ണത കൂടുതൽ വലിയ ഒന്നിനായുള്ള വിളി അവന് കേൾപ്പിച്ചു. അവന്റെ മനസ്സിന്റെ ഒരു ഭാഗം അവനെ തിരികെ വിളിക്കുന്നുണ്ടായിരുന്നു, തന്റെ ആളുകളുടെ അടുത്തേക്ക്, തന്റെ ജന്മദേശത്തേക്ക്. എന്നാൽ ജെയിൻവർ തന്റെ പാണ്ഡിത്യത്തിന്റെ പരമ്പര താരിനിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ സംതൃപ്തനായിരുന്നു. രേഖയുടെ ലോകവും മാറിയിരുന്നു. ഈ 3 വർഷങ്ങൾ താരിൻ അറിവിന്റെ പൂർണ്ണതയുടെ കാലമായിരുന്നുവെങ്കിൽ രേഖയ്ക്കത് രൂപപരിണാമത്തിന്റെ കാലമായിരുന്നു. അവളുടെ വളർച്ച അവിശ്വസനീയമായിരുന്നു. അവൾ അവളുടെ ജോലിയിൽ അനായാസമായ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. അവൾ ഓരോ ചേരുവകളും ഓരോ തയ്യാറെടുപ്പ് രീതികളും കുറിപ്പുകളില്ലാതെ ഓർമ്മിച്ചു. താരിന്റെ കൈകളിൽ നിന്ന് അവൾ പഠിച്ച പുതിയ രീതികൾ അവളുടെ കൈകളാൽ പൂർണ്ണമായി സ്വായത്തമാക്കി. മുതിർന്ന ശിഷ്യന്മാർ അവളുടെ വൈദഗ്ധ്യത്തെയും അർപ്പണബോധത്തെയും അംഗീകരിച്ചു. ഒരു സാധാരണ സഹായി എന്നതിലുപരി അവൾ ഗുരുതുല്യമായ അറിവുള്ള വ്യക്തിയായി മാറി. അവൾ ഒരിക്കൽ ആഗ്രഹിച്ചതുപോലെ ചികിത്സാ സമയത്ത് ജെയിൻവറിന്റെ അടുത്തിരിക്കാനും രോഗികളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ വിലയിരുത്താനും പ്രതിവിധികൾ നിർദ്ദേശിക്കാനും അവൾ പൂർണ്ണമായി തയ്യാറായിരുന്നു. അവളുടെ ആത്മവിശ്വാസം ആഴത്തിലായി. എങ്കിലും ഒരു അജ്ഞാത ഭൂതകാലത്തിൽ നിന്ന് വന്നവളായതിനാൽ അവളുടെ ഉള്ളിൽ ഒരു ആന്തരിക ദുർബലത ഇപ്പോഴും നിലനിന്നിരുന്നു. ഇപ്പോൾ അവൾ ചികിത്സാ കേന്ദ്രത്തിന്റെ 2ാമത്തെ നട്ടെല്ലായി മാറി. അവളുടെ ആന്തരിക ലോകം ശാന്തമായിരുന്നു. എന്നാൽ ഒരു മൗനമായ പ്രതീക്ഷ കഴിഞ്ഞ 3 വർഷമായി അവളിൽ പൂവിട്ടിരുന്നു. ആദ്യത്തെ യാത്രയുടെ അവസാനം അവൾ ചോദിച്ച ചോദ്യം അവൾ ഒരിക്കലും ആവർത്തിച്ചില്ല: നീ കേദിരി വിട്ടു പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകുമോ? ചോദ്യം അവളുടെ ചുണ്ടുകളിൽ മരിച്ചിരുന്നു. പക്ഷെ ആ ആഗ്രഹം അവളുടെ കണ്ണുകളിൽ ജീവിച്ചു. അവൾ ശാന്തയായി കാത്തിരുന്നു. ഈ ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദതയാണെന്ന് അവൾ ഭയന്നു. ഒരു സായാഹ്നം സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. ചികിത്സാ കേന്ദ്രത്തിന്റെ മുറ്റം തണുത്തപ്പോൾ ജെയിൻവർ താരിനെ അരികിലേക്ക് വിളിച്ചു. ജെയിൻവർ പതിവ് പോലെ തന്റെ പഠനമുറിയുടെ തടിമേശയ്ക്കരികിലിരുന്നു. താരിനടുത്തായിരുന്നു. അന്തരീക്ഷം ശാന്തമായിരുന്നു. ജെയിൻവറിന്റെ മുഖഭാവം നിഗൂഢമായിരുന്നു. എങ്കിലും അതിലൊരു പിതൃതുല്യമായ വാത്സല്യമുണ്ടായിരുന്നു. കുറച്ചുനേരം ജെയിൻവർ അവനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ അവൻ സംസാരിച്ചു. അവന്റെ ശബ്ദം പ്രായമേറിയതെങ്കിലും വ്യക്തമായിരുന്നു, ഗൗരവമുള്ളതായിരുന്നു. താരിൻ, ഇവിടെ നിന്ന് നിനക്കിനി പഠിക്കാനൊന്നുമില്ല. ജെയിൻവർ ചെറുതായി പിന്നോട്ട് ചാരി. ഇവിടെ പരീക്ഷിക്കാനൊന്നും ബാക്കിയില്ല. നീ പ്രാവീണ്യം നേടാത്ത പുതിയ മരുന്നുകളില്ല. ആവർത്തിക്കേണ്ട ഒരു പരീക്ഷണവുമില്ല. ഈ സ്ഥലത്ത് നിനക്ക് നിൽക്കാൻ കഴിയുന്നതിന്റെ പരിധിയിൽ നീ എത്തിയിരിക്കുന്നു. അവന്റെ ശബ്ദം മൃദുലമായി. ഈ വീട്ടിൽ നീ ഇപ്പോൾ എനിക്ക് തുല്യനാണ്. താരിൻ ആദരവോടെ തലകുനിച്ചു. എങ്കിലും അവന്റെ ഒരു ഭാഗം ശാന്തമായ ഒരു അസ്വസ്ഥത അനുഭവിച്ചു. ജെയിൻവർ തുടർന്നു: താരിൻ, നിന്റെ കരങ്ങൾ
ലോകത്തിനായി ഉപയോഗിക്കേണ്ട സമയമാണിത്. നിനക്ക് 2 വഴികളുണ്ട്. ഇവിടെ തുടരുക. എനിക്ക് ശേഷം ഈ ചികിത്സാ കേന്ദ്രം നിനക്കുള്ളതാകും. അല്ലെങ്കിൽ അവൻ നിശബ്ദനായി പുതിയൊരു കേന്ദ്രം തുടങ്ങുക. ഇവിടെ കേദിരിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പട്ടണത്തിലോ നീ എവിടെ പോയാലും വിജയിക്കും. താരിൻ പതിയെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ഈ ദിവസം വരുമെന്ന് അവൻ എപ്പോഴും അറിയാമായിരുന്നു. എന്നിട്ടും ഇപ്പോൾ ഇത് മുന്നിൽ വന്നപ്പോൾ അവൻ്റെ ഉള്ളിലൊരു ഭാരം തോന്നി. ഒരേ ഒരു ദിശയിലേക്ക് അവനെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്. താരിൻ തൻ്റെ ഉത്തരം പറയാൻ അധികം സമയമെടുത്തില്ല. അത് വളരെ വ്യക്തമായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ എഴുതിയതുപോലെ, ഞാൻ കുമാരുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ മറുപടിയിൽ അചഞ്ചലമായ ഒരു ദൃഢതയുണ്ടായിരുന്നു. അതാണ് എൻ്റെ കടമയെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ജനതയ്ക്ക് എൻ്റെ അറിവ് ആവശ്യമുണ്ട്. നിശബ്ദതയുണ്ടായി. അത്ഭുതമായിരുന്നില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്നിട്ടും മറ്റൊന്നാഗ്രഹിച്ച ഒരു മനുഷ്യന്റെ മൃദുവായ നിശബ്ദത. അവന്റെ വാക്കുകളുടെ ആന്തരിക അർത്ഥം ജെയിൻവറിന് മനസ്സിലായി. അവൻ പ്രശസ്തിക്കോ പുതിയ കണ്ടെത്തലുകൾക്കോ വേണ്ടിയല്ല പോകുന്നത്. അവൻ പോകുന്നത് അവകാശബോധത്തിനും ഉത്തരവാദിത്ത ബോധത്തിനും വിശ്വസ്തതയ്ക്കും വേണ്ടിയായിരുന്നു. ജെയിൻവർ തന്റെ നോട്ടം താരിനിൽ നിന്ന് മാറ്റിയില്ല. ഒരു നിമിഷത്തിനു ശേഷം ജെയിൻവർ പറഞ്ഞു, നിനക്കായി ഒരു ലോകം ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നിന്റെ കഴിവുകൾ കൊണ്ട് നിനക്ക് പ്രശസ്തി നേടാം. പണം, രാജ്യങ്ങൾക്കപ്പുറം വ്യാപിക്കുന്ന ഒരു പേര്. ആ താഴ്വരയിൽ മാത്രം നിന്നെ തന്നെ ബന്ധിച്ച് എന്തിനാണെല്ലാം പാഴാക്കുന്നത്? വിശാലമായ ലോകത്തേക്കുള്ള ക്ഷണം ജെയിൻവറിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരുന്നു. താരിന്റെ പ്രതികരണം വിനയമുള്ളതായിരുന്നു. എന്നാൽ അവന്റെ മനസ്സ് ശക്തമായിരുന്നു. ആ താഴ്വരയാണ് എനിക്കെല്ലാം നൽകിയത്. എൻ്റെ അറിവിൻ്റെ വേരുകൾ അവിടെയാണ്. ഞാൻ കടപ്പെട്ടിരിക്കുന്നത് അവിടെയാണ്. ഞാൻ പഠിച്ചതെല്ലാം എൻ്റെ ആളുകൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഞാൻ വാക്കുകൊടുത്തിരുന്നു, തിരിച്ചു വരുമെന്ന്. ഞാൻ എൻ്റെ ജനതയെ സേവിക്കണം. ജെയിൻവർ കേട്ടു. എന്നിട്ട് പതിയെ തലയാട്ടി. നിന്റെ ഇഷ്ടം പോലെ. അവിടെ കൂടുതലൊന്നും സംസാരിച്ചില്ല. താരിൻ ലോകത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാത തിരഞ്ഞെടുത്തുവെന്ന് അയാൾ മനസ്സിലാക്കി. സംഭാഷണം അവസാനിച്ചു. താരിൻ പോയി. എന്നാൽ ഈ തീരുമാനത്തിന്റെ അലകൾ ചികിത്സാ കേന്ദ്രത്തെ പിടിച്ചുലച്ചു. താരിൻ കുമാരുവിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പോകുന്നതിന് മുമ്പ് പൂർത്തിയാക്കാനുള്ള ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി. എഴുതി പൂർത്തിയാക്കിയ മരുന്നുകളും ചേരുവകളുടെ കുറിപ്പുകളും പ്രത്യേകം തരംതിരിച്ച് കെട്ടുകളാക്കി വച്ചു. മുതിർന്ന ശിഷ്യന്മാരോട് കൂടുതൽ നേരം സംസാരിച്ചു. മരുന്നുകൾ ചീത്തയായി പോകാതെ സംരക്ഷിക്കുന്ന രീതികൾ അവരോട് വിശദീകരിച്ചു. ഒരിക്കൽ തുറന്ന ഭരണി തിരിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാണിച്ചുകൊടുത്തു. അവന്റെ ശ്രദ്ധ അലമാരകളിലും ഔഷധഭരണികളിലും അവൻ നിസാരമായി കരുതിയിരുന്ന ചെറിയ കാര്യങ്ങളിലും കൂടുതൽ നേരം തങ്ങി നിന്നു. പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഈ അടയാളങ്ങൾ കാണുമ്പോഴെല്ലാം രേഖയുടെ ഹൃദയം മുറുകി. അവൾ മുൻപ് ചോദിച്ച ചോദ്യം അവനോട് ചോദിച്ചില്ല. പക്ഷെ ആ ചിന്ത അവളുടെ കണ്ണുകൾക്ക് പിന്നിൽ ജീവിച്ചിരുന്നു. അവന്റെ സാന്നിധ്യത്തിൽ അവളുടെ ഹൃദയമിടിപ്പ് മാറി. നെഞ്ചിനുള്ളിൽ ഒരു തണുപ്പും ചൂടും മാറി മാറി വന്നു. താരിൻ രേഖയോട് സംസാരിക്കുമ്പോൾ അവൾ പഴയതുപോലെ ചിരിക്കാൻ ശ്രമിച്ചു. സാധാരണമായി സംസാരിക്കാൻ ശ്രമിച്ചു. അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു. അപ്പോഴും അവൻ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയം, തന്റെ ഏകാന്തതയിലേക്ക് തിരികെ പോകേണ്ടി വരുമോ എന്ന ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു. അതിനിടയിലും അവൻ തന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന നേരിയ പ്രതീക്ഷയും വളർന്നു. എന്നാൽ അവന്റെ മടങ്ങിപ്പോക്കിനെക്കുറിച്ച് അവൾ ഒരിക്കലും അവനോട് ചോദിച്ചില്ല. ദിവസങ്ങൾ കഴിയുന്തോറും താരിൻ രേഖയിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കി അവൾ കൂടുതൽ ഒഴിഞ്ഞുമാറി. ചിലപ്പോൾ അവൾ ഒരു നിശബ്ദ പുഞ്ചിരിയോടെ അവനെ കടന്നുപോയി. പക്ഷെ ആ പുഞ്ചിരി ഒരിക്കലും അവളുടെ കണ്ണുകളിൽ സ്പർശിച്ചില്ല. അവൾ അവനിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോഴെല്ലാം അവൾ അവനെ കണ്ടുമുട്ടുന്നതിന് വളരെ മുമ്പ് ധരിച്ചിരുന്ന ആ ഭാവത്തിലേക്ക് അവളുടെ മുഖം തിരിച്ചുപോയി. മൃദുലമായ ഏകാന്തമായ ഭാവത്തിലേക്ക്. ഇതെല്ലാം താരിൻ കണ്ടു. അത് എല്ലാ കാര്യങ്ങളെയും കൂടുതൽ പ്രയാസകരമാക്കി. ഒരു പ്രഭാതം ഇളയ ശിഷ്യന്മാർ പനി കുറയ്ക്കുന്ന ഒരു വലിയ അളവിലുള്ള കുഴമ്പ് കൂട്ടിക്കലർത്തുന്നതിനിടയിൽ രേഖ സഹായിക്കാൻ വന്നു. അവൾ നിശബ്ദമായി ചുറ്റും നടന്നു. ചേരുവകൾ കൈമാറി, തീ ക്രമീകരിച്ചു, ഔഷധക്കെട്ടുകൾ കെട്ടി. അവളുടെ സാന്നിധ്യം മുറിക്കാകെ ഒരു സ്ഥിരത നൽകി. മുറിയുടെ മറ്റേ അറ്റത്ത് ഉണങ്ങിയ വേരുകൾ തരംതിരിക്കുകയായിരുന്നു താരിൻ. അവളെ ശ്രദ്ധിക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. എന്നിട്ടും അവൾ നിരന്തരം അവന്റെ കാഴ്ചയുടെ അരികിലുണ്ടായിരുന്നു. അവൻ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കും തോറും അവൻ അവളുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിച്ചു. ഒടുവിൽ അവൾ അവനിലേക്ക് നോക്കിയപ്പോൾ
ഒരു നിമിഷം അവരുടെ കണ്ണുകൾ കൂട്ടിമുട്ടി. അവൾ വേഗത്തിൽ കണ്ണെടുത്തു മാറ്റി. പക്ഷെ ആ ചെറിയ നിമിഷം മറ്റെന്തിനേക്കാളും മൂർച്ചയോടെ അവനെ മുറിപ്പെടുത്തി. അവൻ അവളുടെ കണ്ണുകളിൽ നിശബ്ദമായ ചോദ്യം അനുഭവിച്ചു. അവൾ അടക്കി വെക്കുന്ന ഭയം അവൻ അനുഭവിച്ചു. ഉറക്കെ സംസാരിക്കാൻ അവൾ വിസമ്മതിക്കുന്ന ആ ആഗ്രഹത്തെ അവൻ അനുഭവിച്ചു. അതവനെ അസ്വസ്ഥനാക്കി. അവന്റെ മനസ്സ് വിഭജിക്കപ്പെട്ടിരുന്നു. അവന്റെ ഒരു ഭാഗം അവളെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അവളുടെ സാന്നിധ്യം, അവളുടെ കൂട്ടായ്മ തന്റെ ജീവിതത്തിന് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവളുടെ സ്ഥിരതയുള്ള കൈകൾ തന്റെ അരികിൽ വേണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അവന്റെ മറുഭാഗം കുമാരുവിന്റെ കടുംപിടുത്തമുള്ള നിയമങ്ങളെ ഭയന്നു. അവിടെ ഒരു അജ്ഞാതയായ സ്ത്രീക്ക് എങ്ങനെ സ്ഥാനം നൽകും? രേഖ ധൈര്യശാലിയും ചിന്താശക്തിയുള്ളവളും ശക്തിയുമായിരുന്നിട്ടും അവളെ അംഗീകരിക്കാത്ത ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനെ അവൻ ഭയന്നു. അവൻ കാരണം അവളുടെ ജീവിതം ചെറുതായി പോകാൻ അവൻ ആഗ്രഹിച്ചില്ല. ഈ ആന്തരിക സംഘർഷം കാരണം അവൻ ഉറക്കം നഷ്ടപ്പെട്ടു. അവൻ നിശബ്ദനായി തുടർന്നു. ആ നിശബ്ദത അവരിരുവരെയും കീറിമുറിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം സൂര്യൻ പടിഞ്ഞാറൻ കുന്നുകൾക്ക് പിന്നിൽ അസ്തമിക്കുമ്പോൾ ജൈനവർ അവനെ തേടി വന്നു. താരിൻ സംഭരണമുറിയിലിരുന്ന് മരുന്നിന്റെ ചെറിയ ഭരണികൾ ഒരു തടി കൊണ്ടുള്ള പെട്ടിയിലേക്ക് അടുക്കുകയായിരുന്നു. കുമാരുവിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അവൻ ഉദ്ദേശിച്ച പെട്ടികളിലൊന്ന്. ജൈൻവർ ഒരു നിമിഷം നിശബ്ദമായി നോക്കി നിന്നു. എന്നിട്ട് അകത്തേക്ക് കടന്ന് വാതിലടച്ചു. നിന്റെ ജോലികൾ ഇപ്പോഴും തീർന്നില്ലേ? അവൻ മൃദുവായി ചോദിച്ചു. താരിൻ തലയാട്ടി. അവസാനത്തെ ഭരണി പെട്ടിയിൽ വെച്ചു. എല്ലാം ക്രമത്തിൽ വെച്ചിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. ജൈൻവർ ചെറുതായി പുഞ്ചിരിച്ചു. നീ എപ്പോഴും അങ്ങനെയാണ്. ഒരു ചെറിയ നിശബ്ദതയുണ്ടായി. നീ തയ്യാറായോ? ജൈൻവർ ചോദിച്ചു. ഞാൻ തയ്യാറായെന്ന് തോന്നുന്നു, താരിൻ മറുപടി പറഞ്ഞു. എനിക്കിവിടെ ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. അതല്ല ഞാൻ ചോദിച്ചത്, ജൈൻവർ പതിയെ പറഞ്ഞു. താരിൻ അവനെ നോക്കി. ജൈൻവർ അടുത്തേക്ക് ചുവട് വെച്ചു. താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. നീ എന്തോ പൂർത്തിയാക്കാതെ ഉപേക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. താരിന്റെ ശ്വാസം മുറുകി. പെട്ടിക്ക് മുകളിൽ അവന്റെ വിരലുകൾ ചെറുതായി വിറച്ചു. ജൈൻവർ തുടർന്നു. നീ ഒരാളെ ഉപേക്ഷിക്കുകയാണ്, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരാളെ. താരിൻ കണ്ണുകൾ അടച്ചു. സത്യം വളരെ അടുത്തായി അനുഭവപ്പെട്ടു. ജൈൻവർ തടികൊണ്ടുള്ള അലമാരയിൽ ചാരി. ശാന്തവും അനുഭവസമ്പന്നവുമായ നോട്ടത്തോടെ അവൻ നോക്കി. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. അവൾ നിന്നെ നോക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. നീ അവളെ നോക്കുന്ന രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആരുമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ ഞാൻ വേണ്ടത്ര കാലം ജീവിച്ചിട്ടുണ്ട്. താരിൻ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ വാക്കുകൾ വന്നില്ല. ജൈൻവർ അടുത്തേക്ക് വന്നു. രേഖയെ നിന്റെ കൂടെ കൊണ്ടുപോവുക. താരിന്റെ ഹൃദയം വിറച്ചു. അവളെ കാണുന്ന ഒരാളുടെ കൂടെയാണ് അവൾ ഉൾപ്പെടേണ്ടത്, ജൈൻവർ പറഞ്ഞു. അവന്റെ ശബ്ദം ദൃഢമായിരുന്നു, പക്ഷെ ദയ നിറഞ്ഞതായിരുന്നു. അവളുടെ മനസ്സിനെയും കഴിവിനെയും ഹൃദയത്തെയും വിലമതിക്കുന്ന ഒരാളുടെ കൂടെയാണ് അവൾ ഉൾപ്പെടേണ്ടത്. അവളുടെ ഇവിടുത്തെ ജീവിതം ചെറുതാണ്. അവളെപ്പോലെയുള്ള ഒരാൾക്ക് വളരെ ചെറുതാണ്. അവൾ അത് നന്നായി മറച്ചുവെക്കുന്നു. ഇവിടെ അവൾ ജീവിക്കുകയല്ല, അവൾ അതിജീവിക്കുക മാത്രമാണ്. താരിൻ നിശബ്ദമായി കേട്ടു. ഓരോ വാക്കും ഉൾക്കൊണ്ടു. നീ അവളെ ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ, ജൈൻവർ പതിയെ പറഞ്ഞു, അവൾക്കൊരു ജീവിതമില്ല. അവൾ ഈ വീട്ടിൽ തന്നെ കിടക്കും. നിന്റെ ഓർമ്മകളിലും ഈ തീയുടെ പുകയിലും ഉണങ്ങിയ മരുന്നുകളുടെ നിഴലുകളിലും എരിഞ്ഞമരും. അത് നിനക്കറിയാം. അവൾ നിന്റെ പേര് അവളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. ഈ വീടിന്റെ ഓരോ കോണിലും നിന്റെ ഓർമ്മ ശ്വസിക്കും. നീ ഉപേക്ഷിച്ചു പോകുന്ന ഈ നിഴലുകളിൽ അവൾ മങ്ങിപ്പോകും. ആ വാക്കുകൾ അവനെ ആഴത്തിൽ സ്പർശിച്ചു. നെഞ്ചിനു നേരെ ഒരു കനത്ത കാറ്റുപോലെ അവനത് അനുഭവപ്പെട്ടു. നിനക്കവളെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്, ജൈൻവർ മൃദുവായി തുടർന്നു. പക്ഷെ നീ ഭയപ്പെടുന്നു. താരിൻ താഴേക്ക് നോക്കി. കുമാരുവിൽ നിയമങ്ങളുണ്ട്. അവൾക്ക് എളുപ്പത്തിൽ അവിടെ ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്, ജൈൻവർ പറഞ്ഞു. പക്ഷെ ജീവിതങ്ങൾ രൂപപ്പെടുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. നിന്റെ തിരഞ്ഞെടുപ്പ് അവളുടെ ഭാവിയെ തീരുമാനിക്കും. നിന്റേതും. ഉയർന്നുവരുന്ന വികാരത്തെ തള്ളിമാറ്റാൻ കഴിയാതെ താരിൻ പതിയെ ഒന്ന് വിഴുങ്ങി. അവളെ കൊണ്ടുപോകുക, ജൈൻവർ മൃദുവായി ആവർത്തിച്ചു. നിന്റെ പാതയ്ക്ക് ആരെക്കാളും അവൾ അനുയോജ്യയാണ്. നിന്റെ രീതി, നിന്റെ ജോലി, നിന്റെ സ്വഭാവം എന്നിവ അവൾ മനസ്സിലാക്കുന്നു. അവൾക്ക് നിനക്കൊപ്പം നടക്കാൻ കഴിയും. അവൾ നിന്റെ ജോലിക്കും നിന്റെ ജീവിതത്തിനും ഒരു കൂട്ടാകും. താരിന്റെ ശ്വാസം ചെറുതായി മുറിഞ്ഞു. സത്യം ഇപ്പോൾ വളരെ വ്യക്തമായിരുന്നു, നിഷേധിക്കാനാവാത്തത്ര വ്യക്തം. ജൈൻവർ അവന്റെ തോളിൽ കൈവച്ചു.
അവളുടെ അടുത്തേക്ക് പോവുക, അവളോട് പറയുക, നിനക്ക് ഖേദിക്കേണ്ടി വരില്ല. എന്നിട്ടവൻ പുറത്തേക്ക് കടന്നു. താരിനെ മങ്ങിയ സംഭരണ മുറിയിൽ തനിച്ചാക്കി. വളരെ നേരം താരിൻ ചലിച്ചില്ല. അവന്റെ കൈകൾ തടികൊണ്ടുള്ള പെട്ടിയിൽ വിശ്രമിച്ചു. പക്ഷെ അവന് തടി അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ചിന്തകൾ ഉള്ളിൽ കലങ്ങിമറിഞ്ഞു. ഭയം, ആഗ്രഹം, ആശങ്ക, പ്രതീക്ഷ, സഹജവാസന എല്ലാം ശക്തവും അതിരുകടന്നതുമായ ഒന്നായി മാറിക്കൊണ്ടിരുന്നു. അവന്റെ മനസ്സിൽ അവളുടെ മുഖം കാണാൻ കഴിഞ്ഞു. അവളുടെ ശാന്തമായ പുഞ്ചിരി, അവളുടെ ക്ഷീണിച്ചതും എന്നാൽ പ്രതീക്ഷ നിറഞ്ഞതുമായ കണ്ണുകൾ, അവളുടെ നിശബ്ദമായ കാത്തിരിപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ അവളുടെ ചുവടുകളിലെ ഭാരം, അവൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറയാതെ തന്നെ അവൻ അറിയാമായിരുന്നു. താൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും അവൻ അറിയാമായിരുന്നു. ജെയിൻവർ പറഞ്ഞത് സത്യമാണെന്നും അവൻ അറിയാമായിരുന്നു. അവളെ ഉപേക്ഷിച്ചു പോരുന്നത് അവളിലും അവനിലും വിലപ്പെട്ട എന്തോ ഒന്നിനെ നശിപ്പിക്കും. അവൻ പതിയെ ശ്വാസമെടുത്ത് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അകത്തെ മുറ്റത്തേക്ക് പോകുന്ന വാതിൽക്കൽ അവൾ നിൽക്കുന്നത് അവൻ കണ്ടു. ഉണങ്ങിയ ഇലകളുടെ ഒരു ചെറിയ കെട്ട് അവൾ പിടിച്ചിരുന്നു. പക്ഷെ അവൾ ചലിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ശ്വാസമെടുക്കുന്നതിന് മുമ്പ് ശക്തി സംഭരിക്കുന്നത് പോലെ അവൾ നിശ്ചലയായി നിന്നു. അവനെ കണ്ടപ്പോൾ അവൾ വേഗത്തിൽ ഒരു പുഞ്ചിരി വരുത്തി. പക്ഷെ അവളുടെ പുഞ്ചിരി നേർത്തതായിരുന്നു. അത് നിർബന്ധിച്ചെടുത്തതുപോലെ തോന്നി. താരിൻ പതിയെ അവളെ കടന്നുപോയി. ഉള്ളിലെ എല്ലാ തടസ്സങ്ങളും തകർക്കാതെ എങ്ങനെ സംസാരിക്കണമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ അവരുടെ തോളുകൾ അടുത്തുകൂടി കടന്നുപോയപ്പോൾ അവളുടെ ശ്വാസം വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. ആ ഒരൊറ്റ നിമിഷം അവനോട് വാക്കുകളേക്കാൾ അധികം പറഞ്ഞു. അവൻ ചികിത്സാ കേന്ദ്രത്തിന്റെ പുറത്തെ പടികൾക്കടുത്തെത്തുന്നതുവരെ നടന്നു. അവൻ ഇരുന്നു, തല കൈകളിൽ വെച്ചു. ദിവസത്തിന്റെ ബാക്കി ഭാഗം പൂർത്തിയാകാത്ത ചിന്തകളുടെ ഒരു മങ്ങലായി കടന്നുപോയി. അന്നത്തെ വൈകുന്നേരം വളരെ വൈകി. സ്വയം ഏറെ നേരം മല്ലിട്ട ശേഷം അവൻ വീടിന് നേരെ തിരിഞ്ഞ് ജെയിൻവറിനെ കണ്ടെത്താൻ പോയി. അവന്റെ ഹൃദയത്തിന് ഉത്തരമറിയാമായിരുന്നു. അവന്റെ മനസ്സിന് അപകട സാധ്യതകൾ അറിയാമായിരുന്നു. എന്നാൽ ഇരുവശവും ഒരേ ഒരു തീരുമാനത്തിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടിയത്. അവൻ അവളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവൻ ജെയിൻവറിനടുത്തെത്തിയപ്പോൾ രേഖ സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. താരിൻ എന്താണ് ഇത്ര ഗൗരവത്തോടെ കാണപ്പെടുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തോ മാറിയെന്ന് അവൾക്ക് തോന്നി. താരിൻ സംസാരിച്ചപ്പോൾ അവന്റെ ശബ്ദം സ്ഥിരമായിരുന്നു. ഞാൻ എന്റെ തീരുമാനമെടുത്തു. ജെയിൻവർ ശാന്തമായി തലയാട്ടി. താരിൻ ചെറുതായി രേഖയ്ക്ക് നേരെ തിരിഞ്ഞു. അവൾ എന്റെ കൂടെ വരും. ഞാൻ അവളെയും കൂടെ കൊണ്ടുപോകുന്നു. താരിൻ പറഞ്ഞു. ഞാൻ അവളെ ഇവിടെ ഉപേക്ഷിക്കില്ല. വഴിയിൽ എന്ത് സംഭവിച്ചാലും, ഞങ്ങൾ എന്റെ താഴ്വരയിൽ എത്തിയതിനു ശേഷം എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും ഞാൻ അവളെ ഉപേക്ഷിക്കില്ല. രേഖ മരവിച്ചുപോയി. അവൾ പിടിച്ചിരുന്ന അടപ്പിൽ അവളുടെ വിരലുകൾ മുറുകി. അവൾക്ക് കണ്ണു ചിമ്മാൻ പോലും കഴിയാത്തത്ര വേഗത്തിൽ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ സംസാരിച്ചില്ല. അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ശ്വാസം വിറച്ചു. തോളുകൾ കുലുങ്ങി. അവൾ സംസാരിക്കുന്നതിന് മുമ്പ് ജെയിൻവർ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എടുത്തത് ശരിയായ തീരുമാനമാണ്. അവൻ അടുത്തേക്ക് ചുവടുവെച്ചു. അവന്റെ കണ്ണുകളിൽ താൻ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ദയയോടെ രേഖയെ നോക്കി. ഈ ദിവസം വരെ, അവൻ പതിയെ പറഞ്ഞു, നീ ഒരു വിലാസമില്ലാതെ ജീവിച്ചു. ഈ ചികിത്സാലയത്തിന് പിന്നിൽ അതിന്റെ പുകയിലും നിഴലുകളിലും നീ ജീവിച്ചു. നിന്റെ പേര് പോലും ഒരിക്കലും ശരിക്കും നിനക്കുള്ളതായിരുന്നില്ല. അവന്റെ ശബ്ദം ഊഷ്മളമായി. എന്നാൽ നിന്റെ വിവേകം അവന് തുല്യമാണ്. നിന്റെ ശക്തി അവന്റെ ജീവിതത്തിന് വെളിച്ചം നൽകും. വിറയ്ക്കുന്ന കൈകൊണ്ട് രേഖ തന്റെ വായ പൊത്തി. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകി. തന്റെ കണ്ണുകളിൽ പിതൃവാത്സല്യത്തിന്റെ ആഴമായ സ്നേഹം നിറച്ച് ജെയിൻവർ അവന്റെ കൈ അവളുടെ തോളിൽ പതിയെ വച്ചു. നിനക്കൊരു പുതിയ ജീവിതം വേണം, ഒരു മെച്ചപ്പെട്ട ജീവിതം. ഈ മതിലുകൾക്കപ്പുറമുള്ള ലോകം നീ അർഹിക്കുന്നു. നിനക്ക് സ്വന്തമായി ഒരു പേര് നീ അർഹിക്കുന്നു. ഇന്നു മുതൽ, ജെയിൻവർ മൃദുവായി തുടർന്നു, നീ നയ്യ എന്നറിയപ്പെടും. ഇത് നിന്റെ പുതിയ തുടക്കമായിരിക്കട്ടെ. അവന്റെ വാക്കുകൾ രേഖയുടെ ഭൂതകാലത്തെ പൂർണ്ണമായി മായ്ച്ചു കളയുന്നതുപോലെ തോന്നി. ആ നിമിഷം രേഖ തകർന്നുപോയി. അവൾ മുട്ടുകുത്തി വീണു. ശബ്ദമുയർത്തി കരഞ്ഞു. വർഷങ്ങളായി തന്റെ ചുമലിൽ പേറിയ ഭാരം, ഏകാന്തത, സ്നേഹത്തിനായുള്ള ആഗ്രഹം, വിലാസരാഹിത്യം എല്ലാം ആ കണ്ണുനീരിലൂടെ പുറത്തേക്ക് വന്നു. ജെയിൻവർ തന്റെ ജീവിതം ഇത്ര വ്യക്തമായി കണ്ടിരുന്നുവെന്ന് അവൾ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല. താൻ പുനർജനിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കി. താരിനുടൻ മുന്നോട്ട് ചുവടുവെച്ച് അവളെ മൃദുവായി ഉയർത്തി. എന്നിട്ട് മന്ത്രിച്ചു, കരയരുത്, നീ എൻ്റെ കൂടെ വരുന്നു.
ഞാൻ നിനക്ക് വാക്ക് തരുന്നു, എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ആ വാക്കുകളിൽ അവളുടെ കണ്ണുനീർ കൂടുതൽ ശക്തിയായി ഒഴുകി. ആ വാഗ്ദാനം അവൾക്കൊരു ജീവിതവും ഒരു വഴിയും ഒരു പുതിയ പേരും നൽകി. താമസം വിന അവർ യാത്രയ്ക്ക് തയ്യാറെടുത്തു. നയ്യ തന്റെ സാധനങ്ങൾ കെട്ടിപ്പൂട്ടി. അവൾക്ക് കാര്യമായി ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല. ചെറിയ ഒരു തുണിസഞ്ചി ഒഴികെ അതിൽ കുറച്ച് വസ്ത്രങ്ങളും അവളുടെ കയ്യെഴുത്ത് കുറിപ്പുകളും താരിൻ പഠിപ്പിച്ചതും സ്വയം പഠിച്ചതുമായ അറിവിന്റെ ഭാരം. യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിൽ അവൾ നിശബ്ദമായി താൻ ജീവിച്ച ഈ വീടിനോട് വിട ചൊല്ലി. അവൾ തീയടുപ്പിൽ വിരലോടിച്ചു. ഭരണികളിലും തടികൊണ്ടുള്ള മേശയിലും അവൾ സ്പർശിച്ചു. കൽപ്പടവുകളിലും ഇടനാഴിയിലെ ചുമരുകളിലും അവളുടെ കണ്ണുകൾ പതിഞ്ഞു. ഇതെല്ലാം അവളുടെ ഭൂതകാലത്തിന്റെ അവസാന അടയാളങ്ങളായിരുന്നു. താരിൻ തന്റെ ഉപകരണങ്ങൾ, കുറിപ്പുകൾ, വിലയേറിയ മരുന്നുകൾ എന്നിവ ഭംഗിയായി കെട്ടിപ്പൂട്ടി. അവന്റെ മനസ്സിൽ കുമാരുവിലെ തന്റെ ഉത്തരവാദിത്വവും നയ്യയുടെ സുരക്ഷയും ഒരുമിച്ചു വന്നു. ശിഷ്യന്മാർ എല്ലാവരും മുറ്റത്തൊരുമിച്ചു. അവരുടെ മുഖത്ത് വിഷാദവും ആദരവും ഉണ്ടായിരുന്നു. ജൈൻവർ അവരെ അനുഗ്രഹിച്ചു. തന്റെ കണ്ണുകളിൽ തിളക്കമുള്ള അഭിമാനത്തോടെ അവൻ താരിന്റെ തോളിൽ കൈവച്ചു. ഒരു ഗുരുവിന്റെയും പിതാവിന്റെയും പൂർണ്ണതയോടെ നയ്യയെ ആശ്ലേഷിച്ചു. അവർ ഒരുമിച്ച് പുറത്തേക്ക് നടന്നു. നയ്യ താരിന്റെ തോളോട് തോൾ ചേർന്ന് നിന്നു. അവൾ തലയുയർത്തി അവനെ നോക്കി. അവളുടെ പുതിയ കണ്ണുകളിൽ നന്ദിയും ഭാവിയെക്കുറിച്ചുള്ള നിശ്ചയവും ഉണ്ടായിരുന്നു. അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും അവരെ നോക്കി നിന്നു. അവരുടെ രൂപങ്ങൾ ദൂരെയുള്ള പാതയുടെ വളവിൽ മാഞ്ഞു പോകുന്നതുവരെ ആ വീടിന് വിചിത്രമായ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. അവരുടെ താളം മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ അത് നഷ്ടപ്പെട്ടതിൻ്റെ ശൂന്യതയായിരുന്നില്ല, മറിച്ച് പുതിയൊരിടത്ത് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ ശാന്തമായ പ്രതീക്ഷയായിരുന്നു.